ഉന്നതി വിജ്ഞാന കേരളം കൊല്ലം ജില്ലാ തൊഴിൽ നൈപുണ്യ ഏകദിന ശില്പശാല ഓച്ചിറയിൽ നടത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജോലി ഉറപ്പാക്കുന്നതിനായി പട്ടികജാതി വികസന വകുപ്പാണ് ശില്പശാല സംഘടിപ്പിച്ചത്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജോലി ഉറപ്പാക്കുന്നതിനായി പട്ടികജാതി വികസന വകുപ്പ് ഉന്നതി വിജ്ഞാന കേരളം കൊല്ലം ജില്ലാ തൊഴിൽ നൈപുണ്യ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓച്ചിറ ഗവൺമെന്റ് ITIയിലായിരുന്നു ശില്പശാല. വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ രാജേഷ് BK ഉദ്ഘാടനം ചെയ്തു. നിരവധിയായിട്ടുള്ള ITI വിദ്യാർത്ഥികൾ ഓരോ വർഷവും പാസ് ഔട്ടായി വരുന്നുണ്ടെങ്കിലും അവരെല്ലാം ആ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായ മേഖലയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് പലപ്പോഴും കണ്ടുവരുന്നത്. അതിനൊരു പരിഹാരം എന്ന നിലയിൽ ഈ പദ്ധതി വളരെയധികം അതാത് മേഖലകളിൽ നമ്മൾ പഠിച്ചിറങ്ങിയ തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ സ്വകാര്യ മേഖലയിലാണെങ്കിലും സർക്കാർ മേഖലയിൽ അല്ലെങ്കിൽ സർക്കാർ മേഖലയിലുമൊക്കെ തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ഉതകുന്ന ഒരു പരിപാടിയാണ് നമ്മൾ തീർച്ചയായിട്ടും വിജ്ഞാന കേരളം രൂപകൽപ്പന ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാനും ഈ ITIയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. 94-95 കാലഘട്ടത്തിൽ ITI പഠിച്ച് നമ്മുടെ പ്ലംബർ ട്രേഡ് പാസ്സായി. അതിനുശേഷം ഞാനും അതേപോലെ തീർച്ചയായിട്ടും അതിനുശേഷം മറ്റു ജോലികളെ അന്വേഷിച്ചാണ് പലപ്പോഴും ആദ്യം പോയിരുന്നത്. എന്നാൽ പിന്നീട് തീർച്ചയായിട്ടും ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് ഞാൻ തിരികെ വരികയും ആ തൊഴിൽ തന്നെ പ്രിൻസിപ്പൽ അനിൽകുമാർ K അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി വികസന വകുപ്പ് ദക്ഷിണമേഖല ട്രെയിനിംഗ് ഇൻസ്പെക്ടർ മുനീർ, മുൻ ട്രെയിനിംഗ് ഇൻസ്പെക്ടർ സാജു PS, വെട്ടിക്കവല ITI പ്രിൻസിപ്പൽ ഹരിശങ്കർ, മാവേലിക്കര ITI പ്രിൻസിപ്പൽ സുഭാഷ് CS, തേവലക്കര ITI സീനിയർ ഇൻസ്ട്രക്ടർ കിരൺ മോൻ K, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സുനിൽ ശിവദാസ്, കുളക്കട ITI പ്രിൻസിപ്പൽ വെൽവിൻ, ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ ഷമീറ A തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസ്ക് അസോസിയേറ്റ് ഡയറക്ടർ അനൂപ് പ്രകാശ്, പ്രോഗ്രാം എക്സിക്യൂട്ടീവ് നവാസ് വാഹിദ് എന്നിവർ ക്ലാസ് നയിച്ചു. ഇങ്ങനെ ഒരു യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ആദ്യമായി ഈ സ്ഥാപനത്തോട് നന്ദിയുള്ളവനാണ്. അതിൻ്റെ സ്ഥാപന മേധാവിയോടുള്ള നന്ദി ഞാൻ ആദ്യമായി അറിയിക്കുന്നു. ഇങ്ങനെ ഇവിടെ ഒരു സെമിനാർ അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ് അല്ലെങ്കിൽ തൊഴിൽ കിട്ടുന്നതിന് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചതിൽ അതിയായി സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കുട്ടികൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് ഉതകത്തക്ക രീതിയിലുള്ള പ്രവർത്തന പദ്ധതികൾ എൻ്റെ കാലഘട്ടത്തിൽ നടത്തുന്നതിന് വളരെയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. വിവിധ ITIകളിൽ നിന്നായി 200-ലധികം പേരാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. ഡിസംബറിനകം 5000-ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ആദ്യഘട്ട ലക്ഷ്യം. കേരളത്തിനകത്തും പുറത്തുമുള്ള ജോലികൾ, ഇന്റേൺഷിപ്പ്, അപ്രന്റീസ്ഷിപ്പ്, വിദേശ തൊഴിലവസരങ്ങൾ, ട്രെയിനീസ് ജോബിന് പ്രാപ്തരാക്കുന്നതിന് വേണ്ട പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിവയും ശില്പശാലയുടെ ഭാഗമായി നടത്തും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.